ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തൊരു ബെല്ലൈക്കൺ വരും, എനേബിൾ ചെയ്തിടുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ഫൈറ്റിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയോട് ചോദിക്കുകയാണ്, അല്ല എൻ്റെ വീട്ടിൽ നിന്ന് വന്ന മാല എന്തേ നിങ്ങൾ കൊളുത്തു മാറ്റാനാന്നും പറഞ്ഞ് കൊണ്ടുപോയതാണല്ലോ, അതെവിടെയാണ്? സത്യം പറയും, നിങ്ങൾ അതൊക്കെ എടുത്തോണ്ട് പോയി വെള്ളം അടിച്ചതല്ലേ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും കൂടി അങ്ങനെയല്ലേ ആ ഒരു പാർട്ടി സെറ്റപ്പ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ രേവതി ഇങ്ങനെ സച്ചിയുടെ മുഖത്ത് നോക്കി പറയുമ്പം സച്ചിയാണെങ്കിലോ അവളെ ചവിട്ടി കൂട്ടാനുള്ള ദേഷ്യമുണ്ട്. എന്നാൽ പോലും താൻ അവളുടെ വീട്ടിൽ നിന്നും തന്ന സാധനം എടുത്ത് പണയം വെച്ചതിൻ്റെ ഒരു കുറ്റബോധം സച്ചിയുടെ മുഖത്തുണ്ട്. അപ്പൊ സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കിനും എൻ്റെ പൊന്നു രേവതി, എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാനൊന്നും നേരമില്ല, ദയവ് ചെയ്ത് നീ നിന്റെ പാട് നോക്ക്, പോയി അടുക്കളയിലെങ്ങാനും പോയി വല്ല പണിയുണ്ടെങ്കിൽ ചെയ്യുന്നു പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പൊ രേവതി ആണെങ്കിലോ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവൻ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിഷമിച്ചൊക്കെ പുള്ളിക്കാരി ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ സച്ചി ആണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അച്ഛാ, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും രവിയാണെങ്കിലോ രേവതി നല്ലൊരു കുട്ടിയാണ്, നമ്മുടെ കുടുംബവുമായിട്ട് യോജിച്ചൊരു കുട്ടി തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സച്ചി ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ നീ ചെയ്യുന്ന കാര്യങ്ങളും നിന്റെ പ്രവൃത്തിയും ഒക്കെ ചില സമയത്ത് ഈ അച്ഛന് തന്നെ ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ട് നീ കുറച്ച് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഒന്ന് പെരുമാറണം മോനെ എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ ഇതിനിടക്കാണെങ്കിലോ നമ്മുടെ സുധിക്ക് നല്ല ഒന്നാം തരം ഒരു കല്യാണാലോചന വന്നായിരുന്നല്ലോ. അപ്പൊ ആ കല്യാണാലോചന കലക്കി കൈ കൊടുക്കുകയാണ് സച്ചി. കാര്യം മറ്റൊന്നുമല്ല, എന്തായാലും നല്ല കേമപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ബന്ധമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചെറുക്കന് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവനെ കല്യാണം കഴിച്ച് ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പെണ്ണും കൂട്ടരും തീരുമാനിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇതിനിടയ്ക്കൊക്കെ വമ്പൻ ടെസ്റ്റുകളാണ് സച്ചിയാണെങ്കിലോ ഒപ്പിച്ചു വെക്കുന്നത്. ആഘോഷവും മേളങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ എന്തായാലും സുധീന്ദ്രനെ പോലെയുള്ള ഒരുത്തന് കാശുള്ള ഏതോ വീട്ടിൽ നിന്ന് തന്നെയാണ് അമ്മ ബന്ധം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുകയാണ്. അപ്പൊ സുധിയുടെ ഈ ഒരു ഒരുക്കവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കിനും അല്ല, എന്താണ് സുധി, സാധാരണ ചെറുക്കനാണ് പോയി പെണ്ണിനെ കാണുന്നത്, പിന്നെ നീ ഒരു പെണ്ണാച്ചി ആയതുകൊണ്ട് തന്നെ നിന്നെ കാണാനാണോ ഇപ്പൊ പെണ്ണും വീട്ടുകാർ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ കളിയാക്കുക. അപ്പൊ കളിയാക്കുമ്പോഴത്തേക്കിനോ സുധിയാണെങ്കിലോ എൻ്റെ പൊന്നു സച്ചി, നിന്നോട് വാങ്ങിച്ച കാശ് നിനക്ക് തിരികെ കിട്ടണ്ടേ, അങ്ങ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ കല്യാണത്തിന് തന്നെ തയ്യാറായിരിക്കുന്നത്. അത് കൊള്ളാലോ, അപ്പൊ പെണ്ണും വീട്ടിലെ കാശ് കൊണ്ടാണ് എന്നെ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം, നിന്റെ ബുദ്ധിയാണോ അതോ നിന്റെ ടീച്ചറമ്മയുടെ ബുദ്ധിയാണോ എന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പൊ ഇവൻ ഇങ്ങനെയൊക്കെ വർത്താനമൊക്കെ പറയുമ്പോഴത്തേക്കിനും ഭാമ എവിടെ നിൽക്കുന്നുണ്ട്. കൂട്ടുകാരിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഭാമ വന്നിരിക്കുന്നത്. ഭാമ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ വളരെ മോശമല്ലേ, അതുകൊണ്ട് തന്നെ ഈ സച്ചിയുടെ വായ എങ്ങനെയും അടപ്പിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് കലിതുള്ളി വരിക. അപ്പൊ ചന്ദ്രയെ കണ്ടതും ഇനിയിപ്പം എന്തൊക്കെയാണാവോ ഞാനിവിടെ കാണാൻ പോകുന്നത്. പെണ്ണിനെ കാണാനാണ് സാധാരണ ചെറുക്കൻ പോകുന്നത്, പക്ഷേ ഇവിടെ ടീച്ചറമ്മ നല്ല വെറൈറ്റി ആയിട്ടാണല്ലോ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഇതെന്താണ് ഈ തൂക്കി ഇട്ടിരിക്കുന്നത്? രേവതി കടയിലേക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പൂവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, നിന്റെ പൂക്കാരിയെ കൊണ്ട് അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടടാ, നീ നിന്റെ കാര്യം നോക്കണം. പിന്നെ എൻ്റെ മകൻ 50 ലക്ഷം രൂപ നിന്റെ മുഖത്ത് വലിച്ചെറിയുന്ന ആ ഒരു സമയം, അന്നേരം വരെ നീ എൻ്റെ മോനെ കുറ്റം പറയാനായിട്ട് നിനക്ക് അവകാശമുള്ളൂ. കല്യാണത്തിന് മുന്നേ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവർ പൈസ ഇങ്ങോട്ട് തരും. അത് ഇങ്ങനെയെല്ലാം വീമ്പിളക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് രവി വരികയാണ്. രവി വരുമ്പോഴത്തേക്കിനും മോനെ സച്ചി നീ ഇങ്ങോട്ട് പോര്, അവരെന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ എന്നും പറഞ്ഞ് സച്ചിനെ പതി ഇങ്ങ് കൂട്ടിക്കൊണ്ട് വരിക. അപ്പൊ രേവതി അവിടെ നിൽക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, പാവമുണ്ട്, ഏതോ ഒരു പാവപ്പെട്ട പെണ്ണ് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് എന്നാ എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് അവൾ വലിയ സങ്കടത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും, എടി അതിന് നിനക്കെന്താ പ്രശ്നം? എങ്ങനെയായാലും 50 ലക്ഷം രൂപയാണ് ഇനി എൻ്റെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്. ആ പൈസ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. എൻ്റെ അച്ഛൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്, അത് മറ്റൊരാളെ ചതിച്ചുകൊണ്ടാവണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കാശ് എടുത്തത് സുധിയാണ്. സുധി തന്നെ കാശ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരണം എന്നുള്ള നിലപാടാണ് നമ്മുടെ രേവതിക്കുള്ളത്. അപ്പൊ രേവതിയുടെ ആ ഒരു നിലപാടിനോട് തന്നെ നമ്മുടെ രവി യോജിക്കുകയാണ്. അപ്പൊ രവി പറയുന്നുണ്ട്, മോള് പറഞ്ഞത് തന്നെയാണ് സച്ചി അതിന്റെ യഥാർത്ഥ കാര്യം. ഏത് അച്ഛനമ്മ
എങ്ങനെയാണേലും തന്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. ഇതിപ്പോ കടലിൽ കായം കലക്കുന്ന പോലെ ആകുമല്ലോ ദൈവമേ. ഇനിയിപ്പോ ചന്ദ്രമതി ആണെങ്കിൽ നിലത്തൊന്നും നിൽക്കാത്ത അവസ്ഥയിലും ഒക്കെ ആകും. അതുകൊണ്ട് എനിക്കും ഈ കല്യാണത്തിനോട് വലിയ താല്പര്യം ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറയാ. സച്ചി, ഇനി നീ അവർ വരുന്ന സമയത്ത് ഉടക്ക് വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. എങ്ങനെയെങ്കിലും നടക്കുവാണെങ്കിൽ നടന്നോട്ടെ. ഇനി നമ്മളായിട്ട് കല്യാണം മുടക്കി എന്നുള്ള രീതിയിൽ സംസാരം വേണ്ടെന്നും പറഞ്ഞ് അച്ഛൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ സച്ചിയെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷെ അവിടെ വമ്പൻ ഒരു ട്വിസ്റ്റ് തന്നെ നടക്കുകയാണ്. പെണ്ണിന്റെ വീട്ടുകാർ വരുമെന്നും പറഞ്ഞ് കാത്തിരുന്ന ചന്ദ്രമതിയെ ഞെട്ടിച്ചുകൊണ്ട് പെണ്ണും വീട്ടിൽ നിന്ന് ഡ്രൈവറാണ് വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഈ കല്യാണത്തിന് അവർക്ക് താല്പര്യം ഇല്ലാന്ന് അറിയിക്കാൻ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ മകൻ ഒന്ന് ഒളിച്ചോടിയതാണല്ലേ. കല്യാണ ദിവസം പെണ്ണിനെ ഇട്ടിട്ട് ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞു. അപ്പം ഇത്തരം ചതിയിലൂടെ ആണോ ഒരു ബന്ധം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡ്രൈവർ ചന്ദ്രമതിയോടാണ് പോയി ചോദിക്കുന്നത്. ചന്ദ്രയാണെങ്കിലോ ആപ്പ് വീണ അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ശരിയാണ്, തന്റെ മകൻ ചെയ്ത തെറ്റാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പം പുതിയൊരു ബന്ധം പിടിക്കാനായിട്ട് ഒരുങ്ങിയത്. ചന്ദ്രമതി ആസായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് സച്ചി അങ്ങോട്ട് എത്തുകയാണ്. സച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, ആഹാ, എന്താണ് അമ്മേ, പോട്ടനെ ചെട്ടി ചതിച്ചാല് ചെട്ടിയെ ദൈവം ചതിക്കും എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. ദേ, അതാണിപ്പോ ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ സന്തോഷമായി. ദേ രേവതി, നിനക്ക് സന്തോഷമായല്ലോ. നീ ഇച്ചിരി മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ ആ പെണ്ണിന്റെ വീട്ടുകാരുടെ അവസ്ഥ. അപ്പൊ ഇത് കേട്ട് ചന്ദ്രമതി ആണെങ്കിൽ, അപ്പം ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പെണ്ണു വീട്ടിൽ വിളിച്ചറിയിച്ചത് നീയാണല്ലേടി എന്ന് ചോദിച്ച് രേവതിയുടെ നേരെ കയറ് പൊട്ടിക്കുമ്പോഴത്തേക്കിനും രവി കയറി അങ്ങ് ഇടപെടുകയാണ്. ദേ, എന്റെ മോളെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ തനിക്കൊണം നീ അറിയുമെന്നും പറഞ്ഞ് ചന്ദ്രമതിയോട് മാറി നിൽക്കാൻ പറയുകയാണ്. എല്ലാരും കൂടി എന്റെ കുഞ്ഞിന് വന്ന നല്ലൊരു ബന്ധമല്ല അങ്ങോട്ട് നശിപ്പിച്ചത്. ഇനി നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി. ചന്ദ്ര ഇങ്ങനെ നിന്ന് ചന്ദ്രഹാസം മുഴക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിലോ ചെറിയ രീതിയിലൊക്കെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ശ്രുതിയെ വലിയ രീതിയിൽ തന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും ശ്രുതിയോട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് മനസ്സിലുള്ളത്. പിന്നെ പൈസയുടെ ആ ഒരു വിഷയം മാത്രമാണ് പുള്ളിക്കാരനെ ബാധിച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും പൈസ പണിയെടുത്ത് സച്ചിക്ക് കൊടുക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇവ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് രവീന്ദ്രനാണെങ്കിലോ കൂട്ടുകാരൻ അശോകനെ പോയി കാണുകയാണ്. അപ്പൊ അശോകനാണെങ്കിൽ, എന്റെ പൊന്നു രവി, ദേ, ഞാൻ അന്ന് നിന്നോട് കാശ് വന്ന് ചോദിച്ചില്ലേ, ആ സമയത്ത് സച്ചിയെ കൂടി ഞാൻ കണ്ടായിരുന്നു. കണ്ട സമയത്ത് സച്ചിയാണ് എന്നെ സഹായിച്ചത്. നിനക്ക് ഇങ്ങനെ വലിയൊരു ചതി പറ്റിയ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലടാ. അതുകൊണ്ട് ഞാൻ നിന്നോട് ഇച്ചിരി നീരസമൊക്കെ പ്രകടിപ്പിച്ചു. അതിന് നീ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് രവിയോട് അശോകൻ മാപ്പ് ചോദിക്കുകയാണ്. അപ്പം എടാ, നീ അങ്ങനെ എന്നോട് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നിനക്ക് സച്ചി സഹായം ചെയ്തല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴാണ് രവി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. സച്ചി തന്റെ സ്വർണമാല പണയം വെച്ചിട്ടാണ് അശോകനെ സഹായിച്ചതെന്നും അശോകൻ അതുകൊണ്ടാണ് ഇപ്പൊ തന്നോട് വന്ന് നന്ദി പറഞ്ഞത് എന്നുള്ള കാര്യങ്ങള്. അപ്പൊ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോഴത്തേക്കിനും തന്റെ മകന് താനും കുറ്റം പറഞ്ഞല്ലോ എന്ന് ഓർത്ത് ഭയങ്കര വിഷമാകുകയാണ് അച്ഛന്. അങ്ങനെ അച്ഛനാണെങ്കിൽ ഇതാ വീട്ടിലെത്തിയ പാടെയാണെങ്കിലോ രേവതി അവിടെ നിന്നിട്ട്, അച്ഛ, എത്ര കണ്ടാണ് നമ്മൾ സഹിക്കുന്നത്. ഇത് സഹിക്കാവുന്നതിനപ്പുറമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത സാധനം പോലും അങ്ങേര് വിറ്റ് തൊലച്ചു. എല്ലാ ദിവസവും ഇങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുടിയനെ ആണല്ലോ എനിക്ക് കിട്ടിയത് എന്നുള്ള സങ്കടമൊക്കെ രവിയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും രവി ആണെങ്കിൽ, മോളൊന്ന് അശോകനെ പോയി കാണണം എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം എന്തിനാച്ച ഞാൻ അശോകനങ്കിളിനെ കാണുന്നത്? അതുണ്ട് മോളെ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. സച്ചി നീ വിചാരിക്കുന്ന പോലെ ഒരു ദുഷ്ടനൊന്നും അല്ല. അവൻ ഒരുപാട് നന്മകളുള്ള ഒരുത്തൻ തന്നെയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരുത്തൻ തന്നെയാണ്. അവന് കുറച്ച് ഒരു വാശിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവൻ നല്ലൊരു മനുഷ്യനാണ്. അത് നീ അശോകനെ ചെന്ന് കാണുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പറയാണ്. പക്ഷെ ആ സമയം നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ മുട്ടനിടിയാണ്. എങ്ങനെയൊക്കെ വന്നാലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് സച്ചിക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കും. അല്ലെങ്കിൽ സച്ചി വെള്ളമടിച്ച് വന്നു കഴിഞ്ഞാൽ രേവതി അത് പറഞ്ഞ് ഉടക്കുണ്ടാക്കും. അങ്ങനെ തട്ടിയും മുട്ടിയും ഇടിയും സ്റ്റണ്ടും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം രേവതി ആണെങ്കിലോ ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് യാദൃശികമായിട്ട് അശോകനെ കാണുകയാണ്. അപ്പൊ അശോകനെ കണ്ടതും, അങ്കിളെ എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് വർത്താനം പറയാൻ ചെല്ലുമ്പോഴത്തേക്കിനും, മോളെ ഒന്ന് കാണാനായിട്ട് ഇരിക്കുവായിരുന്നു. മോളെ, സച്ചി ചെയ്തത് വലിയ ഉപകാരം തന്നെയാണ്. സച്ചി കാരണമാണ് മോളെ എൻ്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാണ്.
എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. മോളെ, ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചിരുന്നു. അപ്പം അവൻ്റെ അടുത്ത് കാശായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോളുടെ വീട്ടിൽ നിന്ന് കൊടുത്ത ആ ഒരു മാല പണയം വെച്ചിട്ടാണ് അവൻ എന്നെ സഹായിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം പറയുക. അന്യർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരിക്കലും സുധിയെ പോലെ തിരിഞ്ഞു നോക്കാത്തവനല്ല സച്ചി എന്നുള്ള കാര്യം രേവതിയോട് അശോകൻ പറയുമ്പോഴത്തേക്കിനും രേവതിയുടെ മനസ്സ് നിറയാണ്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതിൻ്റെ പേരിൽ താൻ ഒരുപാട് പുള്ളിക്കാരനെ കുറ്റം പെടുത്തി എന്നുള്ള ആ ഒരു സങ്കടമാണ് അവൾക്കുള്ളത്. അപ്പം അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് രവിയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് രേവതി കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും രവി പറയാണ്, ഇപ്പൊ മോൾക്ക് മനസ്സിലായില്ലേ അച്ഛൻ എന്തിനാണ് പറഞ്ഞത്, അശോകനെ പോയി കാണാൻ പറഞ്ഞത്? അച്ഛൻ, ഞാൻ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോയതൊന്നും അല്ല അച്ഛാ, യാദൃശികമായിട്ട് പൂ കൊടുക്കാൻ പോകുന്ന സമയത്ത് കണ്ടതാണെന്നുള്ള കാര്യം പറയുക. എന്തായാലും ഈശ്വരനായിട്ട് തന്നെയാണ് അശോകനെ നിന്റെ മുന്നിൽ എത്തിച്ചത്. നിന്റെ ഭർത്താവ് ഒരിക്കലും മോശപ്പെട്ട ഒരുത്തനൊന്നും അല്ല, അവൻ നന്മയുള്ള ഒരുത്തനാണ് എന്നുള്ള കാര്യം നീ ചിന്തിക്കണമെന്നൊക്കെ പറയുക. അപ്പൊ രേവതിയാണെങ്കിലോ വലിയ സന്തോഷമായി കേട്ടോ. അവൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എന്നുള്ളത്. ചില സമയം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചില സമയത്താണെങ്കിലും വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമാണ് നമ്മുടെ സച്ചിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ അവൾക്ക് വലിയ സന്തോഷമായി. ഇനി താൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ജീവിതം തനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പുള്ളിക്കാരി മുന്നോട്ട് പോവുകയാണ്. അപ്പം എന്തായാലും ഇവര് തമ്മിലുള്ള ആ ഒരു ക്ലാഷും കാര്യങ്ങളും ഒക്കെ അവസാനിച്ച് രണ്ടാളും കൂടി ഒരു സ്നേഹ ഉടമ്പടിയിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു, നല്ലൊരു സൺഡേ ഒക്കെ ആശംസിച്ചുകൊണ്ട് ഈ വരുന്ന ആഴ്ചയിലെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.